നമുക്കിന്ന് ഹോം മെയ്ഡ് ആയിട്ടുള്ള 3 ടൈപ്പ് പശ ഉണ്ടാക്കി നോക്കാം. അതും വീട്ടിൽ തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ ഉണ്ടാക്കാം. ഉണ്ടാക്കി നോക്കൽ മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന 3 പശകളിൽ ഏതാണ് ബെസ്റ്റ് പശയെന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കി കണ്ടുപിടിക്കുന്നുണ്ട്. ആദ്യത്തെ മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ടൈപ്പ് ഷാമ്പൂവും കുറച്ച് പഞ്ചസാരയും കുറച്ച് മൈദയും പിന്നെ വെള്ളവും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോ ഷാമ്പൂ യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് പരീക്ഷിക്കാം. അതിലേക്ക് മൈദയും പഞ്ചസാരയും വെള്ളവും പിന്നെ കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്യാം. കുറെ നാൾ കേടുകൂടാണ്ട് പുറത്തു വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂ ഇവിടെ റെഡിയായി. ഗ്ലൂ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത് ഒട്ടിച്ചു വെക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ മെത്തേഡാണ് നമ്മുടെ ചോറ് കൊണ്ടുള്ള മെത്തേഡ്. ഇത് പിന്നെ പ്രത്യേകിച്ച് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്റെ ഒരു ലൈഫ് സേവർ എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു ഈ ഒരു ചോറ് കൊണ്ടുള്ള പശ. ഒരിക്കൽ പോലും ചോറ് പശയായിട്ട് ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ പരീക്ഷിച്ച് നോക്കിയതിൽ ഏറ്റവും കൂടുതൽ ഒട്ടുന്നത് ചോറ് കൊണ്ടുള്ള പശയാണ്. രണ്ടാം സ്ഥാനം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പശയും.